ഹലോ, ദിസ് ഇസ് ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് നമ്മളെ ബിസിനസ്സുകളിൽ പലതും നോക്കി നടത്താൻ ആളില്ലാത്തതിൻ്റെ പേരിൽ മാത്രം നശിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് റീസെൻ്റ് ഇൻസിഡൻസ് ഒക്കെ കാണിക്കുന്നത്. ഞാനൊരു ഉദാഹരണത്തിലൂടെ വിഷയത്തിലേക്ക് വരാം. ഈ അടുത്ത് ഒരു പ്രായമായ ഒരാൾ, ഒരു ഒരു 55 ആ ഒരു റേഞ്ചിൽ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് സൗദിയിലുടനീളം മറ്റേ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിൻ്റെ ഷോപ്പുകളുണ്ട്, 8ഓളം ഷോപ്പുകളുണ്ട്. അദ്ദേഹം 1990കളിൽ ഗൾഫിലേക്ക് പോയതാണ്. അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി, അത് ഉഷാറായപ്പോൾ അടുത്തത് തുടങ്ങി, അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ 90 എന്ന് പറയുമ്പോൾ 33 വർഷമായില്ലേ. ഈ കാലയളവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ സാമ്രാജ്യമാണ്. എന്ന് മാത്രമല്ല, അയാളെ കുടുംബത്തെ മൊത്തം കരകയറ്റി. അയാളെ ജ്യേഷ്ഠനെ അവിടെ കൊണ്ടുവന്നു, ജ്യേഷ്ഠൻ്റെ മക്കളെ കൊണ്ടുവന്നു, അയാളെ മക്കളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ കുടുംബത്തെ മൊത്തം കരകയറ്റി. അതുപോലെ തന്നെ കുറേ ആളുകൾക്ക്, ഏകദേശം 50-100ഓളം ആളുകൾക്ക് ജോലി കൊടുത്തു. അങ്ങനെ സെറ്റപ്പ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഇപ്പം അയാൾ പറയുന്നത്, സാറേ വയസ്സായി, എന്നെക്കൊണ്ട് പറ്റണില്ല അതൊക്കെ കൊണ്ട് നടക്കാൻ, ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിരുന്നു ബിസിനസ് സിസ്റ്റാക്കുന്നതിനെ കുറിച്ചുള്ള, അതുകൊണ്ട് വന്നതാണ് നിങ്ങളടുത്ത്. എനിക്കിപ്പോൾ അത് കൊണ്ട് നടക്കാൻ കഴിയില്ല. മക്കൾ ഒരാളുള്ളത് കല്യാണം കഴിച്ച് ഓസ്ട്രേലിയക്ക് പോയി, വേറൊരു ആൺകുട്ടിയുള്ളത് ഓനാണെങ്കിൽ ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ PG പഠിക്കാനെന്നും പറഞ്ഞിട്ട് പിന്നെ ജർമ്മനിക്ക് പോയി. ഇപ്പോൾ ഓൻ അവിടെ നിൽക്കുകയാണല്ലോ, അവിടുന്ന് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഒരു മലയാളിയായിട്ട്. അപ്പോൾ മക്കളൊക്കെ പോയി നോക്കി നടത്താൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ സങ്കടം പറയാം. ഞാനിപ്പോൾ എന്താ അത് ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ, ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനൊരു സിസ്റ്റമാക്കി ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ടൈമോ കപ്പാസിറ്റിയോ എനിക്കും ഇല്ല. പക്ഷേ ഇതൊരാളുടെ മാത്രം കഥയല്ല. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ എക്സാമ്പിൾ എടുക്കുക. സിമ്പിളായിട്ട് അദ്ദേഹം വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയില്ലേ. പക്ഷേ എവിടെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് കംപ്ലീറ്റ്ലി. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ കൺട്രോളും ഓപ്പറേഷണൽ കൺട്രോളും അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിരുന്നില്ല. അതിലൂടെ അന്വേഷിച്ചാൽ നമുക്കറിയാം, ആ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ആ അത്രയും വലിയ സാമ്രാജ്യം. രാമേട്ടനെ നമുക്ക് അറിയുന്നതാണ്, സമൂഹത്തിന് എത്ര ഉപകാരം ഉണ്ടായിരുന്ന ആളാണ്. എന്തൊക്കെ നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അല്ലെങ്കിൽ കേരളം ഇതുവരെ അച്ചീവ് ചെയ്തിട്ടുള്ള സാമ്പത്തിക ഉന്നമനത്തിൽ രാമേട്ടനെ പോലെയുള്ള, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ മലയാളി ബിസിനസ്മാർ, ഞാൻ ഈ പറഞ്ഞ സാധാരണക്കാരനായിട്ടുള്ള ഈ മധ്യവയസ്കൻ വരെയുള്ള എല്ലാ ബിസിനസ്മാരിലും ഉണ്ടായിട്ട്, അവരെല്ലാവരും കൂടിയിട്ട് 1990 മുതലുള്ള കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബിസിനസ് രംഗത്തെ സാമ്പത്തിക ഉന്നമനം തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒക്കെ ഈ ഒരു കരുത്ത്. പക്ഷേ നമുക്കൊരു അപകടം മണക്കുന്നുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ, ഈ ബിസിനസ്സുകൾ ഒന്നും രണ്ടും അല്ല, ഇത് ഒരാളുടെ മാത്രം കഥയല്ല. ഒരുപാട് ബിസിനസ്സുകൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബിസിനസ്സും വാപ്പാൻ്റെ ഇടങ്ങേറും എന്താ പറയുക, ഇലക്ട്രിക്കലും പ്ലംബിങ്ങും സൂപ്പർ മാർക്കറ്റും ഒന്നും വേണ്ട. അവർക്ക് എവിടെയെങ്കിൽ ജർമ്മനിയിൽ വാപ്പാൻ്റെ പൈസ കൊണ്ട് അവർ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും UK പോയിട്ട് സെറ്റിൽ ആവുകയാണ്. പുതിയ ജനറേഷനൊക്കെ പോയി. പിന്നുള്ളത് നമ്മൾ കുറേ വയസ്സന്മാരാണ്. നമുക്കാണെങ്കിൽ കാര്യങ്ങൾ നടത്താനും കഴിയില്ല. എന്നാലോ നമ്മൾ ഓർഗനൈസേഷൻ ഒന്നും സിസ്റ്റവും അല്ല, അതൊക്കെ നമ്മൾ തന്നെ നടത്തുന്നതാണ്. ഒരാളെ വെക്കുക, മാനേജറെ വെക്കുകയോ സിസ്റ്റം വെക്കുകയോ അക്കൗണ്ടന്റിനെ വെക്കുകയോ പൂർണ്ണമായി സിസ്റ്റമാക്കി മാറ്റുമോ, നമ്മളില്ലാതെ ആ ബിസിനസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല. റീസെൻ്റ്ലി UAE ഒരു ഏകദേശം 1000ഓളം എംപ്ലോയീസ് ഉള്ള ഒരു റീറ്റെയിൽ ചെയിന് അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് എന്താണ് പറയുക ചെയ്യുന്ന ആളുടെ ഒരു ഉൾക്കളികൾ കൊണ്ട് അത് നഷ്ടപ്പെടുകയും അത് പൂട്ടിപ്പോവുകയും ഏകദേശം 800ഓളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെങ്കിലും 800ഓളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഓരോ കഥകൾ നമ്മളിങ്ങനെ, ഈ അടുത്ത് റിയാദിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി മരണപ്പെട്ടു. 12ഓളം സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതിനുശേഷം ആർക്ക് അത് എങ്ങനെ നടത്തണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അവസാനം എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ 1, 2, 3, 4 ആയിട്ട് ഇങ്ങനെ ഓരോ ബിസിനസ്സുകൾ ഈ മുതലാളി മരണപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ മുതലാളിക്ക് പ്രായമാകുമ്പോഴോ, മുതലാളിക്ക് അസുഖം വരുമ്പോഴോ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സാമ്പത്തിക അടിത്തറ നമ്മൾ 1000 റിയാലോ 1500 റിയാലോ അതല്ലെങ്കിൽ 5000 റിയാലോ ഒന്നും സാലറി വാങ്ങിയിട്ടല്ല കേരളത്തിൻ്റെ ബേസിക്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന ആശുപത്രികളും സ്കൂളുകളും കെട്ടിടങ്ങളും ഓർഫനേജുകളും വൃദ്ധസദനങ്ങളും ഡയാലിസിസ് സെൻ്ററുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബഹുഭൂരിഭാഗം പങ്കും ഈ ബിസിനസ്സിൽ നിന്ന് വരുന്നതാണ്. ഈ ബിസിനസ്സിനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിച്ചുകൂടാ.